മാസ്റ്റർ കെ അക്കാഡമി. നമ്മളെല്ലാം ഏറെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ. നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ തന്നെ അപേക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കാറ്റഗറി നമ്പർ 187/2025. നെയിം ഓഫ് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി. സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട് 43,400 തൊട്ട് 91,200. സ്കെയിൽ ഓഫ് പേ കൂട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസ് 6 വേക്കൻസിയോ ഉള്ളെന്നും പറഞ്ഞ് പഠിക്കാണ്ടിരിക്കരുത്. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് വന്നിട്ട് 19 തൊട്ട് 31 വയസ്സ് വരെയാണ്. 19 വയസ്സ് തൊട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം 31 വയസ്സ് വരെ. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് 2/1/1994 1/1/2006 ഇടയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം. SC/ST കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 31+3. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 34 വയസ്സ് വരെ എഴുതാൻ പറ്റും. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 36 വയസ്സ് വരെ 36 വയസ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ എനി ഡിഗ്രിയാണ്. BA, BSc, BCom എനി ഡിഗ്രി. നിങ്ങളൊരു ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല. ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ വേണം. അതിൽ തന്നെ SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 160 സെൻറ്റിമീറ്റർ. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എടുക്കുവാണെങ്കിൽ ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ. SC ആണെങ്കിലോ 150 സെൻറ്റിമീറ്റർ. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ നോർമൽ. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. നോ റിലാക്സേഷൻ വിൽ ബി അലൗഡ് ടു SC/ST കാൻഡിഡേറ്റ്സ് ഇൻ ദ മാറ്റർ ഓഫ് ചെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ റിലാക്സേഷൻസ് ഒന്നുമില്ല. NCC SPC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റന്റ് വിഷൻ റൈറ്റ് ഐ 6/6 സ്നെല്ലൻ, ലെഫ്റ്റ് ഐ 6/6 സ്നെല്ലൻ. നിയർ വിഷൻ ആണെങ്കിൽ 0.5 സ്നെല്ലൻ, ലെഫ്റ്റ് ഐ 0.5 സ്നെല്ലൻ. റിട്ടേൺ എക്സാം പാസ്സായി കഴിയുമ്പോഴത്തേക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ റിട്ടേൺ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് 8 ഐറ്റംസ് ഉണ്ട്. അതിലൊരു 5 ഐറ്റംസ് എങ്കിലും പാസ്സാകണം. ഫസ്റ്റ് പറയുന്നത് 100 മീറ്റർ ഓട്ടോ ആണ്. 100 മീറ്റേഴ്സ് റൺ 14 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്റർ കവർ ചെയ്യണം. ലോങ് ജമ്പ് 457.20 സെൻറ്റിമീറ്റർ. പുട്ടിംഗ് ദ ഷോട്ട് 609.60 സെൻറ്റിമീറ്റർ. ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ. റോപ്പ് ക്ലൈംബിംഗ് 365.80 സെൻറ്റിമീറ്റർ. പുള്ളപ്സ് ഓർ ചിന്നിങ് 8 വട്ടം ചെയ്യണം 8 ടൈംസ്. 1500 മീറ്റേഴ്സ് റൺ 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. അവിടെയും 100 മീറ്റർ ഓട്ടം ഉണ്ട്. 17 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യണം. ഹൈ ജമ്പ് 106 സെൻറ്റിമീറ്റർ. ലോങ് ജമ്പ് 305 സെൻറ്റിമീറ്റർ. പുട്ടിംഗ് ദ ഷോട്ട് 488 സെൻറ്റിമീറ്റർ. 200 മീറ്റർ റൺ 36 സെക്കൻഡ്. ത്രോവിംഗ് ദ ത്രോ ബാൾ 1400 സെൻറ്റിമീറ്റർ. ഷട്ടിൽ റേസ് 26 സെക്കൻഡ്. സ്കിപ്പിംഗ് പെർ മിനിറ്റ് 80 ടൈംസ്. ഇതിൽ 8 ഐറ്റംസിൽ 5 എണ്ണം പാസ്സാകണം. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 3/9/2025 വെനസ്ഡേ അപ് ടു 12 midnight. സെപ്റ്റംബർ 3-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ മാസ്റ്റർ കീയിൽ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ എക്സാംസ്, മോഡൽ എക്സാംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.